ഹായ് ഓൾ, എല്ലാവർക്കും സ്മാർട്ട് പ്രിപ്പ് PSയിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്ന ഓഫീസ് അറ്റൻഡർ പരീക്ഷയിൽ ഭരണഘടനാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചോദ്യത്തിൽ അങ്ങനെ കറക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ആ ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നോക്കാം. ആദ്യത്തെ ചോദ്യം, 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ്. അപ്പം നിലവിലുള്ളത് 16ാമത്തെ ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷനാണ്. ഇതിൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. ഇദ്ദേഹം നമുക്കറിയാം നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ സൈറ്റിൽ ഇദ്ദേഹത്തെ കുറിച്ചിട്ട്, അതായത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ഇതെല്ലാം ലഭ്യമാണ്. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന കട്ടിങ്സ് എല്ലാം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അരവിന്ദ് പനഗരിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇദ്ദേഹം നമുക്ക് അറിയേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്നു എന്നുള്ള കാര്യമാണ്. അതിവിടെ പറയുന്നുണ്ട്. 2015 മുതൽ 2017 വരെയാണ് ഇദ്ദേഹം നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആയിട്ടിരുന്നത്. അദ്ദേഹം നീതി ആയോഗിൻ്റെ ഫസ്റ്റ് വൈസ് ചെയർമാൻ ആയിരുന്നു. ആ കാര്യം കൂടെ ഒന്ന് മനസ്സിൽ വെക്കാം. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും കൂടെ ഇവിടെ ഓർത്ത് വെക്കുക. നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആർട്ടിക്കിൾ 280 പ്രകാരമാണ്. എത്രയാണ്? ആർട്ടിക്കിൾ 280 പ്രകാരമാണ്. ആരാണ് നിയമിക്കുന്നത്? പ്രസിഡന്റാണ് നിയമിക്കുന്നത്. ഓക്കെ, പ്രസിഡന്റാണ് നിയമിക്കുന്നത്. ഇനി ചെയർമാനോടൊപ്പം എത്ര മെമ്പേഴ്സ് കൂടെ ഉണ്ടാവും? 4 മെമ്പേഴ്സ് കൂടെ ഉണ്ടാവും. ചെയർമാനോടൊപ്പം 4 മെമ്പേഴ്സ് കൂടെ ഉണ്ടാവും. ആരാണ് നിയമിക്കുന്നത്? പ്രസിഡന്റാണ് നിയമിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അങ്ങനെ പുതിയ കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച ഒരു രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 1946 പെത്തിക് ലോറൻസ് അധ്യക്ഷനായിട്ടുള്ള ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലോട്ട് എത്തുന്നത്. സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. അങ്ങനെയാണോ? അല്ല അല്ലേ. അങ്ങനെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ചേർന്നിട്ടല്ല എന്ത് ചെയ്തിട്ടുള്ളത്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. മറിച്ച് എങ്ങനെയാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഈ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷ് പ്രവിശ്യ നിയമനിർമ്മാണ സഭകൾ രൂപീകരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്നത്തെ സംസ്ഥാനത്ത് നിയമസഭകൾ ഉള്ളതുപോലെ തന്നെ അന്നത്തെ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ എന്തുണ്ട്? പ്രവിശ്യ നിയമനിർമ്മാണ സഭകൾ രൂപീകരിക്കുന്നുണ്ട്. അവിടെയുള്ള അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഇത് ശരിയാണ്. അപ്പം അതായത് ഇന്ന് എങ്ങനെയാണോ നമ്മൾ രാജ്യസഭാ ഇലക്ഷൻ നടക്കുന്നത്, രാജ്യസഭാ എംപിമാരെ തെരഞ്ഞെടുക്കുന്നത്, അതേപോലെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെയും തെരഞ്ഞെടുത്തിട്ടുള്ളത്. ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളോട് ശരി കണ്ടുപിടിക്കാനായിരുന്നു അല്ലേ പറഞ്ഞത്. അപ്പോൾ 1, 3, 4 ശരിയാണ് അല്ലേ. 1, 3, 4 ശരിയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് നോക്കാം. ഏറ്റവും എളുപ്പം എന്താണ്? 2 ആൻസർ ഓപ്ഷനിൽ വരില്ല. 2 വരുന്നതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഓർഡറിൽ വായിക്കുന്ന സമയത്ത് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് എക്സാം ഹോളിൽ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മളിങ്ങനെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണോ എന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം അല്ലേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് അത് തെറ്റാണെന്നുള്ള ഉറപ്പായും, അതായത് അറിയുന്ന ഒരാൾക്ക് നമ്മുടെ ഓപ്ഷൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും? ആൻസർ D ആണ് എന്നുള്ളത് കിട്ടും. ബാക്കിയുള്ളത് വായിക്കേണ്ട ആവശ്യമോ റീചെക്ക് ചെയ്യേണ്ട ആവശ്യമോ ഒന്നും വരുന്നില്ല. അടുത്ത ചോദ്യം നോക്കുക. ഇവിടെ 7ാം പട്ടികയിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് ലിസ്റ്റിലാണ് എന്നുള്ളത് നമ്മളോട് ശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റാണ്. ഭൂമി എന്താണ്? സംസ്ഥാന ലിസ്റ്റാണ്. നമുക്കറിയാം. 1ഉം 2ഉം ശരിയാണ്. സൈബർ നിയമങ്ങൾ സംയുക്ത ലിസ്റ്റാണോ? അല്ല, അവശിഷ്ട അധികാരങ്ങളാണ് സൈബർ നിയമങ്ങൾ അല്ലേ. അവശിഷ്ട അധികാരങ്ങൾ അല്ലെങ്കിൽ റെസിഡ്യൂറി പവേഴ്സ് ആണ്. പിന്തുടർച്ചാവകാശം എവിടെയാണ് വരിക? സംയുക്ത ലിസ്റ്റ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൺകറൻ ലിസ്റ്റിനെയാണ്. അപ്പം നമുക്കറിയാം ഇതെന്താണ്? കൺകറൻ ലിസ്റ്റാണ്. അപ്പം ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ്. അടുത്ത ചോദ്യം പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അത്യാവശ്യം നല്ലൊരു ചോദ്യമായിരുന്നു ഇത്. 73ാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.
പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് PK തുങ്കൺ കമ്മിറ്റിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, LM സിംഗ്വി കമ്മിറ്റിയാണോ അവരല്ലേ ആദ്യം പറഞ്ഞത് എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ഇത് നമ്മൾ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, LM സിംഗ്വി കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ എന്താ നമ്മുടെ ഈ NCERT ടെക്സ്റ്റ് ബുക്കിലാണെന്നുണ്ടെങ്കിലും PSC ഇതിന് മുമ്പ് ചോദിച്ചപ്പോഴാണെങ്കിലും ഒക്കെ എന്തുതന്നെയാണ് PK തുങ്കൺ കമ്മിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം തുങ്കൺ കമ്മിറ്റീൻ്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് 73-ാം ഭേദഗതിയൊക്കെ വരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ്. ഇനി അനുച്ഛേദം 243A ഗ്രാമസഭയെക്കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. നമ്മളന്ന് ക്ലാസ് എടുത്ത സമയത്ത് ഈ 243A BCDE അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട്, ലിങ്ക് കൊടുക്കാം. അപ്പം 243 ഗ്രാമസഭയാണ് സംബന്ധിക്കുന്നത്. ഇനി 243C അല്ല, 243D ആണ് എന്ത്, പഞ്ചായത്തിലെ സീറ്റ് സംവരണത്തെക്കുറിച്ച് പറയുന്നത്, അതായത് സ്ത്രീ സംവരണത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം ഡി എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിയിലാണ് സംവരണം എന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം 3 എന്തായാലും എന്ത് ചെയ്യണം, ആൻസർ ഓപ്ഷനിൽ വരണം. 3 വരാത്ത നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ 50% സ്ത്രീ സംവരണം ഉറപ്പാക്കി എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലടക്കം അല്ലേ, ഇപ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങളിൽ 50% സംവരണമുണ്ട്. പക്ഷേ നമ്മുടെ 73-74 ഭേദഗതി പ്രകാരം മിനിമം സംവരണം എന്ന് പറയുന്നത് എത്രയാണ്, 33% അല്ലെങ്കിൽ 1/3 കുറയാത്ത സംവരണമാണ് ഉറപ്പ് നൽകുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ, തെറ്റാണ്. അപ്പം 4 ആൻസർ ഓപ്ഷനിൽ വരണം. അപ്പം ഏതാണ് വരിക, C ആണ് ആൻസർ വരിക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടന പ്രകാരം രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്, ഉപരാഷ്ട്രപതിയാണ്. 1 ശരിയാണ്, 1 ആൻസർ ഓപ്ഷനിൽ വരില്ല. ഇനി പാർലമെന്റിന്റെ ഇരുസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. തെറ്റാണ് അല്ലേ? കാരണം എന്താണ്, മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതെന്ന് പഠിച്ചു വെച്ചാൽ മതി. അതായത് ലോകസഭയിലും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും, എല്ലാ MP-മാർക്കും, അത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും നോമിനേറ്റ് ചെയ്യപ്പെട്ടവർക്കും എന്ത് ചെയ്യാം, ഉപരാഷ്ട്രപതി ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം 2 എന്ത് ചെയ്യണം, ആൻസർ ഓപ്ഷനിൽ വരണം. അപ്പം നമുക്ക് മനസ്സിലായി മൂന്നാമത്തെ ഓപ്ഷനും എന്താണ്, തെറ്റാണ് എന്നുള്ള കാര്യം. എന്നാലും നമുക്ക് വായിക്കാം. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ ലോകസഭാ സ്പീക്കറുടെ അഭാവത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതിയാണോ? അല്ല. കാരണം എന്താണ്, നമ്മുടെ ഭരണഘടനയിൽ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 108-ലാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കാൻ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 2 0 ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടായിട്ടല്ലേ 8 വരുന്നത്. അപ്പോൾ സംയുക്ത സമ്മേളനം എന്ന് പറയുമ്പോൾ ലോകസഭയും രാജ്യസഭയും ഒന്നിച്ച് സമ്മേളിക്കുകയാണ് അല്ലേ. അപ്പം ആ സമയത്ത് ആരായിരിക്കും അധ്യക്ഷത വഹിക്കുക, സ്പീക്കർ ആയിരിക്കും. ആരായിരിക്കും, സ്പീക്കർ ആയിരിക്കും. ഇനി സ്പീക്കർ ഇല്ലെങ്കിലോ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. ആരായിരിക്കും, ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിലോ രാജ്യസഭ അധ്യക്ഷനായിട്ടുള്ള ഉപരാഷ്ട്രപതി ആയിരിക്കുമോ? അല്ല, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും. ചെയർമാൻ ആരാണ്, അത് ഉപരാഷ്ട്രപതി. അദ്ദേഹം എന്ത് ചെയ്യില്ല, സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കില്ല. അപ്പം സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാനുള്ള ഒരു ചാൻസ് ആർക്ക് കിട്ടില്ല, നമ്മുടെ ഉപരാഷ്ട്രപതിക്ക് കിട്ടില്ല. സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിൽ ആരാണ്, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ് എന്ത് ചെയ്യുക, നമ്മുടെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക. ഓക്കെ, അപ്പം ഏതാണ് ആൻസർ, 2ഉം 3ഉം തെറ്റാണ്. ശരിയല്ലാത്തത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിനൊപ്പമുള്ള മന്ത്രിമാരെയും അല്ലെങ്കിൽ മന്ത്രിസഭയെയും നിയമിക്കുന്ന ആര് തന്നെയാണ്, നമ്മുടെ പ്രസിഡന്റ് തന്നെയാണ്. അപ്പം ഏത് ആർട്ടിക്കിളിലാണ് അക്കാര്യം പറയുന്നത്, ആർട്ടിക്കിൾ 75-ലാണ്. അപ്പോൾ 1 എന്താണ്, ശരിയാണ്. 1 വരാതെ നമുക്ക് ഒഴിവാക്കാം. അടുത്തത്, അനുച്ഛേദം 75 ക്ലോസ് 3 പ്രകാരം മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ആയിരിക്കും കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് വന്നിട്ടുണ്ടാവുക.
അപ്പം ഇങ്ങനെ ഒരു കാരണം നമ്മൾ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ശരിയാണ് തോന്നും. അപ്പോൾ കൂട്ടുത്തരവാദിത്തം പാർലമെൻറ്റിനോടല്ല, മറിച്ച് ആരോടാണ്? ലോകസഭയോടാണ് നമ്മുടെ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. അത് ആൻസർ ഓപ്ഷനിൽ അപ്പോൾ വരില്ല. നമ്മളോട് ശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 2 ആൻസർ ഓപ്ഷൻ വരുന്നത് ഒഴിവാക്കാം. 91 ഭരണഘടനാ ഭേദഗതി മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെ ആകെ അംഗസംഖ്യയുടെ 20% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്തോ? ഇല്ല. പിന്നെയോ 15% കവിയരുതെന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. അത് സംസ്ഥാന നിയമസഭകൾക്കും എന്താണ്? ഈ ഒരു ക്രൈറ്റീരിയ ബാധകമാണ് കേട്ടോ. അപ്പം നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇപ്പോൾ 3 ആൻസർ ഓപ്ഷനിൽ വരാൻ പാടില്ല. അപ്പം ഒന്നെന്തായാലും ശരിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. 4 വായിക്കാതെ തന്നെ ശരിയാണ് എന്ന് നമുക്കവിടെ മനസ്സിലാവും. എന്നാലും നമുക്ക് നോക്കാം. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെൻറ്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. അതെന്താണ്? ശരിയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. മന്ത്രിമാർക്ക് കൂട്ടുത്തരവാദിത്തം ഉണ്ട്, പക്ഷെ അത് ആരോടാണ്? ലോകസഭയോടാണ് അല്ലേ. പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ ലോകസഭയും രാജ്യസഭയും കൂടെ വരും. രാജ്യസഭയോട് ഉത്തരവാദിത്തം ഉണ്ടോ? ഇല്ല. ലോകസഭയോടാണ് ഉത്തരവാദിത്തം ഉള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. അപ്പോൾ തെറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം 75-ൽ നിന്നും 80 വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും 75-ൽ നിന്ന് 80 ആണോ? അല്ല. പിന്നെ എത്രയാണ് ആക്കിയിട്ടുള്ളത്? നമുക്കറിയാം 18ാം ലോക്സഭാ ഇലക്ഷനാണ് ഇപ്പോൾ ഈ അടുത്ത് നടന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫെസിലിറ്റി ഫോർ വോട്ടിംഗ് ഫ്രം ദ കംഫർട്ട് ഓഫ് ഹോം ഫോർ സീനിയർ സിറ്റിസൺസ് എബവ് 85 ഇയേഴ്സ് ഓഫ് ഏജ് എന്നാണ്. അതായത് 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വോട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 1 ആൻസർ ഓപ്ഷനിൽ വരണം അല്ലേ. അപ്പം നമുക്ക് ബി ഒഴിവാക്കാം, സി ഒഴിവാക്കാം. കാരണം നമ്മളോട് തെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം? നമ്മുടെ ആൻസർ ഓപ്ഷനിൽ വരണം. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചത് ശരിയാണോ? ശരിയാണ് അല്ലേ. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരുടെ? ഭിന്നശേഷിക്കാരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇതെന്ന് പറയുന്നത്, സാക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ അത് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. KYC എന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. തെറ്റാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്തുകൊണ്ടാണ് തെറ്റായിട്ടുള്ളത് നോക്കാം. KYC എന്താണ്? അതിനു മുമ്പായിട്ട് ഇവിടെ സാക്ഷ്യം ആപ്പിനെ കുറിച്ച് പറയുന്നത് ഞാനിവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ തന്നെയുള്ളതാണ്. ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വർക്കിംഗ് ടുവേർഡ്സ് ഈസിംഗ് ദ വോട്ടർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് രജിസ്ട്രേഷൻ പ്രോസസ് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ബൈ ഓഫറിംഗ് ദം കസ്റ്റമൈസ്ഡ് സർവീസസ്. എന്തൊക്കെ സർവീസസ് ആണ് കിട്ടുക എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പറയുന്നുണ്ട്. അടുത്തത് ഏതാണ് നമ്മുടെ ആപ്പ്? നോ യുവർ കാൻഡിഡേറ്റ്. KYC ആപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്ഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ to help citizens know about the criminal antecedents of candidate contesting election. അതായത് ഇലക്ഷനിൽ പങ്കെടുക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങൾ അവരെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, അതായത് ഇലക്ഷനിൽ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ആപ്പാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ KYC ആപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഈ KYC ആപ്പ് തരുന്ന സർവീസസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൊടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരിയാണ് എന്ന് അറിയാം അല്ലേ. 1ഉം 3ഉം തെറ്റാണെങ്കിൽ ബാക്കി എന്താണ്? 2ഉം 4ഉം ശരിയാണ്. അപ്പോൾ നോക്കിക്കേ, സ്വീപ്പ് എന്നത് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തിരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിപാടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചും ഇതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പറയുന്നത് നമുക്ക് നോക്കാം. സ്വീപ്പ് എന്ന് പറയുന്നത് അവിടെ W അല്ല, SVEEP എന്നാണ്. സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടോറൽ പാർട്ടിസിപ്പേഷൻ
is a flagship program of the Election Commission of India to promote voter education and participate in election. എന്ത് ചെയ്യാണ്, നമ്മുടെ വോട്ടർമാർക്ക് ഇത്തരത്തിലുള്ള ഇലക്ഷനെ കുറിച്ചിട്ടുള്ള അവബോധം നൽകാൻ വേണ്ടിയിട്ടും ഇലക്ഷനിൽ അതായത് നമുക്ക് വോട്ടൊക്കെ ചെയ്യാൻ കുറച്ചൊക്കെ മടിയാണ് അല്ലേ, അപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ള അവബോധം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത്, സ്വീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 106 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് തെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ശരിയാണ്. അപ്പോൾ ഒന്ന് ആൻസർ ഓപ്ഷനിൽ വരൂല. കാരണം എന്താ, നമ്മളോട് തെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ദേശീയ തലസ്ഥാനമായ ഡൽഹി കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലും 1/3 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്, ഈ ഒരു 106 ഭേദഗതിയിലൂടെ നമ്മുടെ ലോകസഭ, സംസ്ഥാന നിയമസഭ, ഡൽഹി നിയമസഭകളിലെ സീറ്റുകളിലാണ് എന്ത് ചെയ്യുന്നത്, സ്ത്രീകൾക്കായിട്ട് 33% സംവരണം ഉറപ്പുവരുത്തുന്നത്. അവിടെ എന്തില്ല, പുതുച്ചേരി വരുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. നമുക്ക് ആൻസർ ഓപ്ഷനിൽ വരണം. അപ്പോൾ രണ്ടില്ലാത്ത നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്തത്, ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾക്ക് ഇത് ബാധകമല്ല എന്നാണ് പറയുന്നത്. തെറ്റാണ്. കാരണം എന്താണ്, ബാധകമാണ്. കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്, പട്ടികജാതി പട്ടികവർഗ സംവരണ സീറ്റുകൾക്ക് എന്താണ്, ഈ ഒരു സംവരണം ബാധകമാണ് എന്നുള്ള കാര്യം. അപ്പം 2 അതുപോലെ തന്നെ 3 ആണ് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. ഏതെങ്കിലും ഒന്നല്ലേ വരുള്ളൂ, 4 ശരിയായിരിക്കും അല്ലേ. ഓരോ അതിർത്തി നിർണയത്തിന് ശേഷം സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരമായിരിക്കും എന്ത് ചെയ്യുക, നിർണയിക്കുക എന്ന് പറയുന്നത് എന്താണ്, 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്? അനുച്ഛേദം 243 കെ പ്രകാരമാണ്. ഇലക്ഷൻ കെ, അങ്ങനെ അതിങ്ങനെ കണക്ട് ചെയ്ത് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് മാറിപ്പോവില്ല. 243 കെ പ്രകാരമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നടത്തുന്നുള്ളൂ. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണെന്നാണ്. ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി ആണെങ്കിൽ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അടുത്തത് നമ്മുടെ കേസിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെയാണ്, അല്ലാതെ UPSC ഒന്നല്ല, നമുക്കറിയാം. ഒന്ന് ശരിയാണ്. അടുത്തത്, ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസ് ആണോ? അതെ, ആണ്. അത് തന്നെയാണ് അതിൻ്റെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ രണ്ടും ശരിയാണ്. അപ്പോൾ ഇവിടെ ഓരോന്ന് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും രണ്ടാമത്തേനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതേ വരുള്ളൂ എന്നുള്ള കാര്യം. എന്നാലും നമുക്ക് അടുത്ത് നോക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നത് 2018 ജനുവരി 1 തീയതിയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ LDC ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കുമ്പോൾ അങ്ങനെ കറക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് ഫ്രെയിം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം ചില ക്വസ്റ്റ്യൻസ് നമുക്കറിയാം അത്യാവശ്യം റേഞ്ചുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാൻ പാകത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഇനിയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.